ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാസകന ഭാഗങ്ങളിൽ എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു ഭാഗമുണ്ട്. ഒരു നല്ല കള്ളൻ്റെ കഥ. നല്ല കള്ളൻ ഒരു നിമിഷം കൊണ്ട് സ്വർഗം കെട്ട കള്ളൻ എന്ന് എല്ലാവരും പറയും. അവൻ്റെ ജീവിതത്തിൽ അവൻ കാണിക്കാത്ത വിക്രസകളില്ല. മരിക്കുന്നത് വരെ മോട്ടിച്ചാണ് ജീവിച്ചിരുന്നത്. എന്തും ചെയ്യും, എന്തും ആകും, ഒരു വിഷയമില്ല. അവനെക്കുറിച്ച് പറയാനുള്ളൊരു പ്രത്യേക കാരണമുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് 3 പേരും കർത്താവ് അടുക്ക് 2 കള്ളന്മാർ സൈഡുകളിൽ. മറ്റേ കള്ളൻ വിളിച്ച് പറയുന്നുണ്ട്, കർത്താവ് യേശു നീ വലിയ പുള്ളിയൊക്കെ ആയിരുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആദ്യം നീ കുരിശിന് താഴെ ഇറങ്ങാൻ ഞങ്ങളെ ഇറക്കുക, നീയും രക്ഷപ്പെടും ഞങ്ങളെയും രക്ഷിക്കുക. പിന്നെയും കുറേ ജീവിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയുള്ളൊരു പറച്ചിൽ പോലെ തോന്നി. പക്ഷേ ഈ നല്ല കള്ളൻ അവനോടൊരു മറുപടി പറയുന്നുണ്ട്. മലയാളം ഭാഷയിൽ പറയുകയാണെങ്കിൽ, എടാ മോനെ, ഞാനും നീയും ചെയ്ത് തെറ്റിൻ്റെ ശിക്ഷയാണ് നമ്മൾ 2 പേരും അനുഭവിക്കുന്നത്. നമുക്കിത് അർഹതപ്പെട്ടതാ. ഇത് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, കർത്താവിലേക്ക് അവൻ തിരിഞ്ഞു. എന്നിട്ട് ഈശോയുടെ ഒരു വാക്ക് പറയുന്നുണ്ട്, കർത്താവേ, നിൻ്റെ ഈ ശാന്തത കുരിശിലേത്. അതാവൻ നല്ല കള്ളനോട് പറഞ്ഞത്. ഈ മനുഷ്യൻ നീ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അവനൊരു വാക്ക് പറയുകയാണ്, നീ സ്വർഗത്തിലെത്തുമ്പോൾ, നിൻ്റെ രാജ്യത്തിലെത്തുമ്പോൾ, സ്വർഗത്തിലെന്നല്ല പറഞ്ഞത്, നീ നിൻ്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്ന്. കർത്താവിൻ്റെ ആ കുരിശിലെ പീഡാസഹനങ്ങളെല്ലാം ഈ വലത്തുവശത്ത് നിന്ന് കള്ളൻ രുചിച്ചറിയുന്നുണ്ട്. കർത്താവിനെ എന്തെല്ലാം പീഡിപ്പിച്ചിട്ടും ഒരു മറുപടി പറയാത്ത ശാന്തതയിൽ ഈശോ അത് സ്വീകരിച്ച്, ഒരു തരത്തിലും ആരെയും ഒന്നും നിന്ദിക്കാതെ ദുഷിക്കാതെ സ്വീകരിച്ച മനോഭാവം കണ്ടിട്ട് അവൻ പറഞ്ഞു, ഇതൊരു ഭയങ്കര അനുഭവമാണ്, ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് അവൻ പറയും. അവൻ്റെ കാഴ്ചപ്പാടിൽ വിവരമുള്ളവനാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ ഇത് കൂട്ട് മറ്റൊരു കാഴ്ച ലോകത്തിൽ ആർക്ക് കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, എടാ മോനെ, നമ്മൾ 2 പേരും ചെയ്ത് തെറ്റിൻ്റെ ശിക്ഷയല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ, ഈ ശാന്തത അതിഭയങ്കരമാണ്. എന്നിട്ടാണ് പറയുന്നത്, നിൻ്റെ രാജ്യത്തിരുത്തുമ്പോൾ നീ എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ എന്ന്. അത് പറയാനുള്ള ഭവ്യത അവന് ലഭിച്ചത് കർത്താവിനെ നോക്കി നിന്നുകൊണ്ട് ആ ശാന്തത കണ്ടപ്പോൾ അവനുള്ളിലുണ്ടായ ഒരു വലിയ ശാന്തതയാണ്. അവനെ ബോധ്യപ്പെട്ടു. എങ്ങനെ മറ്റൊറ്റ കാര്യം, അവൻ്റെ കാര്യം ഒരേ ഒരു പോയിൻ്റ്, അവനെ മനസ്സിലാക്കി പൂർണ്ണമായിട്ട്. ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചതും അനുഭവിക്കുന്നതും. നമ്മളങ്ങനെയാണ്, ഇങ്ങനെ അങ്ങനെയല്ല എന്ന് വെച്ചാൽ നല്ല കള്ളം ചെയ്ത ഏറ്റവും വലിയ കാര്യം അവനെ അംഗീകരിച്ചു. എനിക്ക് തെറ്റും ശിക്ഷയും ഉണ്ട്. ഇത്ര കാലം ജീവിച്ചിട്ട് ഞാൻ നേരായ മാർഗത്തിലല്ല, എൻ്റെ സൗകര്യങ്ങളിലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി എന്ന ബോധ്യത്തോടുകൂടി അവൻ കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യേശുവേ, നിൻ്റെ രാജ്യത്തിൽ നീ എത്തുമ്പോൾ ഇതിന് നിനക്കൊരു വലിയ അനുഭവമുണ്ട്. മുകളിൽ നിത്യത എന്നൊരു വലിയ അനുഭവമുണ്ടെന്ന് അവനറിയാം. നിൻ്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മറുപടി പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കുമെന്ന്. എൻ്റെ ഈശോയെ, ഒരു നിമിഷം കൊണ്ട് സ്വർഗം കെട്ട കള്ളൻ. ഇവിടെ മനുഷ്യരെല്ലാം ശ്രദ്ധിക്കുന്നത് എങ്ങനെ എന്തെല്ലാം കാണിച്ചാലും നിത്യത്തിലെത്തിച്ചേരാൻ സാധിക്കും. കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി, നീതിമാന്മാരായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല, സർവർക്കും തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല, സർവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരാൾ നീതീകരിച്ച് പറയാനില്ല. എങ്കിൽ നല്ല കള്ളൻ്റെ ഒറ്റ കാര്യമായി അവനെ അംഗീകരിച്ചു. ഈ ലോക ജീവിതത്തിൽ ഞാനും നീയും ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല കള്ളനെ പോലെ ഒന്ന് അംഗീകരിക്കുക. എൻ്റെ ദൈവമേ, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല. അതൊന്ന് അംഗീകരിക്കുകയും, എൻ്റെ കർത്താവെ, നിൻ്റെ ആ കുരിശിലെ ബലിയുടെ അനുഭവം, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി, ഒരു വിശുദ്ധൻ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു അനുഭവമുണ്ട്. ആബാ പിതാവേ, കർത്താവ് നിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ എന്ന്.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു കുഞ്ഞിനെ ഇത് സാധിക്കുകയുള്ളൂ. എങ്ങനെയാ? അനുതാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ. പാപബോധവും പശ്ചാത്താപവും തരുന്നയാൾ പരിശുദ്ധാത്മാവാ. നല്ല കള്ളൻ ആ ക്ലോസ് കിട്ടി. അവന് അനുതാപത്തിൻ്റെ കൃപയിലേക്ക് വന്നു. കർത്താവിന് നോക്കി നിന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും പലരും വേദനിച്ച് പിങ്ങിപ്പൊടിഞ്ഞ് പലതരത്തിൽ അസ്വസ്ഥമാറി ഓടുന്നൊരു ജീവിതമാണ് നമ്മുടേത്. ഏകാന്തതകളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട്, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട്, ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശാന്തതയിലൊന്ന് ഇരിക്കാൻ എനിക്കും നിനക്കും സാധിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെ കേൾക്കാം ഒരു ഉത്തരം. എന്തുവാ? നീ എന്നോടുകൂടിയാണെന്ന്. അതാ പറുദീസ. കർത്താവിൻ്റെ കൂടി ആയിരിക്കുന്നതാ പറുദീസ. ദൈവം ഇവിടെ ഇരിക്കുന്നു, അത് പറുദീസയാ. ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ബോധ്യം കിട്ടിയവൻ അവനും പറുദീസയിലാണ്. നല്ല കള്ളൻ പറുദീസയുടെ മധുരമയാണ് അനുഭവിച്ചറിയുന്നത്. അതെ, എപ്പോഴാ? മരിക്കുന്നതിന് മുമ്പ് ആ പറുദീസയുടെ അനുഭവം അവൻ്റെ ഹൃദയത്തിൽ കിട്ടി. സ്തേഫാനോസിനൊരു കിട്ടിയതായിട്ട് അപ്പസ്തോലപ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി. കല്ലെറിഞ്ഞ് ജീവൻ പിരിയുന്ന രംഗമാണ്. അവൻ കണ്ടു, ത്രിത്വൈക ദൈവം ഇരിക്കുന്നു. കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഈശോ ഇരിക്കുന്നവൻ കണ്ടു. കർത്താവിനെ കണ്ടുകൊണ്ട് യേശുവെ ഈ തെറ്റ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവനവനെ അംഗീകരിക്കുകയല്ല ചെയ്തത്, എന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്തേഫാനോസിൻ്റേത്. അങ്ങനെ സ്തേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായി മാറി. അതിമനോഹരമായിക്കൊണ്ട്. എങ്ങനെയാ? കർത്താവിനെ കണ്ടു, അവൻ കർത്താവിനെ വിളിച്ചു, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. നല്ല കള്ളനും ഇത് തന്നെയാണ് പറഞ്ഞത്. കർത്താവ്, എനിക്ക് രക്ഷയില്ല, എൻ്റെ കുറവല്ലാണ്ട് വേറൊന്നും എനിക്കില്ല. ഞാനും നീയും തെറ്റ് ശിക്ഷ നമ്മൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അർഹതപ്പെട്ടതാ. എനിക്ക് അർഹതപ്പെട്ട ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കർത്താവിലേക്ക് തിരിയുകയാണ്. അവൻ പറഞ്ഞു, ഈ ശാന്തത അതിമനോഹരമായിരിക്കുന്നുവെങ്കിൽ ഈ ശാന്തതയിലൊന്ന് എത്തിച്ചേരാൻ എനിക്ക് കൃപയാവട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും, ഞാനും നീയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടുന്ന ഒരേ ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എപ്പോഴും പലപ്പോഴും ആലോചിക്കാറുണ്ട്. പരിശുദ്ധ കുർബാനയിൽ പോലും അച്ഛൻ പറയും, നാളെ രാവിലെ കുർബാനയ്ക്ക് ഞാൻ കടന്നു വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വരുമോ എന്ന് അറിഞ്ഞുകൂടാ. അടുത്ത നിമിഷം നിൽക്കുന്ന നിമ്പിൽ ഞാൻ എൻ്റെ പണി തീരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല വലിയ പുള്ളികളും നിന്ന നിപ്പിന് മരിച്ചു വീണ അനുഭവങ്ങളൊക്കെ കേൾക്കാം. കഴിഞ്ഞ ദിവസം ഒരു വലിയ പുള്ളിയാണ് സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ ചോറ് വായിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെടന്ന് വീണ് മരിക്കുന്നു. സഹോദരങ്ങളുടെ കയ്യിലോട്ട് പെടന്ന് വീണത്, മരിച്ചുകൊണ്ടാണ് വീണത്. പ്രിയപ്പെട്ടവരുകൊണ്ട് ഏത് നിമിഷമെന്ന് നമുക്ക് ആർക്കും പറയാനില്ല. ആ നിമിഷം നീ എങ്ങനെയായിരിക്കുന്നത്? ആ നിമിഷം നീ കർത്താവിലാണോ? എൻ്റെ ഈശോയെ എന്ന് വിളിക്കാൻ നിനക്ക് സാധിക്കുമോ? വലിയ ഉത്തരവാദിത്തമാണ്. കർത്താവ് നല്ല കള്ളൻ ജീവിതത്തിൽ ഒന്നിനെയും കുറിച്ച് അനുതപിച്ചൊന്നുമില്ല, വിളിച്ച് പറഞ്ഞില്ല. അവൻ്റെ അനുതാപം എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് നോക്കുക. പൂർണ്ണ ഹൃദയത്തോടെ അവൻ എല്ലാം മറന്ന് കർത്താവിലേക്ക് നോക്കിയിട്ട് ഈ ശാന്തത അവൻ രുചിച്ചറിഞ്ഞു. ആ ശാന്തതയിലേക്ക്, കുരിശിലേക്ക് നോക്കിയിരുന്ന വലിയ ശാന്തതയെന്ന് മനസ്സിലാക്കാൻ എനിക്കും നിനക്കും ലോകത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. ഈ ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കുന്നത്. നല്ല കള്ളൻ്റെ ശാന്തത. ലോകത്തിന് മുമ്പിൽ ഒത്തിരി പേരുടെ കാര്യം പറയുന്നുണ്ട്. അവിടെ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. പറയാൻ ഇത്രയേറെ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നല്ല കള്ളൻ, ഒരു നിമിഷം കൊണ്ട് സ്വർഗം കെട്ട കള്ളൻ. അവൻ എങ്ങനെയാ? കർത്താവ് അവന് ഈശോ ഏത് വ്യക്തികൾക്കും മനസ്സിലാക്കാൻ ശാന്തത കൊടുക്കാനുള്ള ഒറ്റ ഒരു അനുഭവം ഇത് മാത്രം മതി. നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞു വചനം, നീ എന്നോടുകൂടി പറുദീസയിലാണെന്ന്. എന്ന് വെച്ചാൽ അവന് ശുദ്ധീകരണ സ്ഥലവും ഇല്ല, ഒരു നരകവും ഇല്ല, തീക്കട്ടെ ഒന്നുമില്ല. അവൻ കർത്താവ് കയറി പോകുന്ന കൂടുതൽ അല്ല, ഈ കുരിശെ കിടക്കുമെന്ന് അവൻ പറുദീസയെ അനുഭവിക്കുകയാണ്. ഈശോ സ്വർഗീയതയുടെ മധുരിമയിലായിരുന്നു എപ്പോഴും. എങ്കിൽ ആ സ്വർഗീയതയിൽ കർത്താവായിരുന്ന കൂട്ടത്തിൽ ആയിത്തീരുവാൻ മരിക്കുന്നതിന് മുമ്പേ കൃപ ലഭിച്ചൊരു നല്ല കള്ളനുണ്ട്. ആ നല്ല കള്ളൻ്റെ യോഗ്യത മറ്റൊന്നുമല്ല, അവനെ അംഗീകരിച്ചു. തെറ്റുപറ്റി കുറ്റവും കുറവും ഉണ്ടെന്ന് അംഗീകരിക്കുക മാത്രമല്ല, യൂദാസ് ചെയ്ത് പണി കാണിച്ചില്ല. യൂദാസിന് മനസ്സിലായി ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അവന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. അവന് കർത്താവിലേക്ക് തിരിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, യൂദാസിന് പറ്റിയ ഏക തെറ്റ്, അനുതാപത്തിൻ്റെ കൃപ എല്ലാവർക്കും കർത്താവ് പരിശുദ്ധാത്മാവ് വാരിക്കോരിച്ചിരിക്കുന്നതാണ്. പക്ഷെ കർത്താവിലേക്കൊന്ന് തിരിയാനുള്ള കൃപ യൂദാസിന് കിട്ടിയില്ല. അവനിലേക്ക് തിരിഞ്ഞ് എനിക്കിനി രക്ഷയില്ല എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും രക്ഷയുണ്ട്. ഈ ശാന്തത അനുഭവിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടയുന്ന കർത്താവിലെ
യാതൊരു സംശയവും വേണ്ട. ഏത് മാരകമായ ബന്ധനങ്ങളിലായിരുന്ന വ്യക്തി ആയിക്കോട്ടെ, നീ ലോകത്തിന് ആകാവുന്ന വിക്കരസ് മുഴുവൻ കാണിച്ചു കൂട്ടിയ വ്യക്തി ആയിക്കോട്ടെ, നീ എണ്ണിപ്പറഞ്ഞ് ചങ്കം തള്ളി പൊട്ടിച്ച് ഒച്ചപ്പുണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നീ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് കർത്താവിലേക്ക് കണ്ട് ആ സ്നേഹത്തിലേക്ക് ഒന്ന് തിരിയണം. യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നല്ല മനോഭാവം നിനക്കുണ്ടാകണം. ഇത് കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യമക്കൾക്ക് വേണ്ടി ഈ വാക്ക് പറയാനാണ് കർത്താവ് വന്നത്, നീ എന്നോടുകൂടി പറുദീസയിലാണെന്ന്. നല്ല കള്ളനില്ലായിരുന്നു. ഞാനൊരു കാര്യം ഓർക്കുക എൻ്റെ ജീവിതത്തിൽ, ഈ നല്ല കള്ളൻ എന്ന് പറഞ്ഞൊരു തനിമയെ ദൈവം ബൈബിൾ ഇതുപോലെ അവതരിപ്പിച്ചില്ലായിരുന്നു. ലൂക്ക സുവിശേഷത്തിൽ ഈ 23-ാമത്തെ വചനം ഇത് അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം പോക്കാന്ന് ഞാൻ പറഞ്ഞേനെയും. കാരണം അത്രമാത്രം മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവൻ ഒരു നിമിഷം കൊണ്ട് സ്വർഗം നേടിയെടുത്ത ആ ബിരുദൻ, മോശക്കാരൻ, അവൻ ബിരുദനാ, അവനാണ് ഇതാണ് ബിരുദ്. എന്തോന്നാ ബിരുദം? എന്തോന്നാ? എന്നിലേക്ക് ഞാൻ ഇറങ്ങാതെ കർത്താവിലേക്ക് തിരിഞ്ഞുന്ന ഒരു മനോഭാവത്തിൻ്റെ ധന്യത എനിക്കുണ്ടാകണം. അവിടെയാണ് പറുദീസയുടെ അനുഭവം. ഈ പറുദീസ അനുഭവത്തിലേക്ക് ലോകത്തിലുള്ള സർവരെയും ക്ഷണിക്കുകയാണ്. എന്ത് ദൈവം, ഏത് മനുഷ്യനായിക്കോട്ടെ, മനുഷ്യക്കുഞ്ഞാണോ നീ? ഈ നല്ല കള്ളനും പെരുങ്കള്ളനും ഒക്കെ, അല്ലെങ്കിൽ വലത്ത് വയസ്സ് കിടന്ന കള്ളനും മറ്റേ കള്ളനൊക്കെ ഏത് യഹൂദനൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല, ഏതോ മതത്തിൽപ്പെട്ടവനായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ ശാന്തത, ഈ ശാന്തത എനിക്കും നിനക്കും ഇന്നുമുണ്ട്. കുരിശിൽ കിടക്കുന്ന കർത്താവ് ഇന്നും കുരിശിൽ തന്നെയാണ്. ഞാനും നീയും കർത്താവിനെ വേദനിപ്പിക്കുമ്പോൾ കർത്താവ് ഇന്നും കുരിശിലാണ്. എങ്കിൽ ആ കുരിശിൽ നിന്നും ഒരു സ്വരം എനിക്ക് കേൾക്കണം, നീ എന്നോടുകൂടിയാ മകനെ എന്ന് പറയാൻ. അതിനെന്ത് വേണം? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് കർത്താവിനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? സർവ്വതും എൻ്റെ ജീവിതത്തെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് സമസ്തവും അങ്ങേ പ്രതി ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ വ്യഗ്രതകളെല്ലാം വിട്ടു പറഞ്ഞുകൊണ്ട് ഇനിയും തിന്മയിലേക്ക് ഞാനില്ല എന്നുള്ള ഉറപ്പുള്ളൊരു തീരുമാനം, ഏതെങ്കിലും വിധത്തിൽ മറ്റേ കള്ളൻ പറഞ്ഞതുപോലെ ഇറങ്ങി പോകാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഇനിയൊന്ന് മറ്റൊന്നായിരിക്കുമെന്നൊരു തീരുമാനമുണ്ട്. അത് ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ദൈവത്തെ രാജനും നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വളരെ എളിമയോടും വിനയത്തോടും കൂടി സ്നേഹത്തിന് നിർവ്വലായിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ യേശുവെ എന്ന് വിളിക്കുന്നൊരു നല്ല മനോഭാവത്തിൻ്റെ ധന്യത ഇത് വരുത്തിയെടുക്കാൻ സാധിക്കുവാൻ എനിക്കും നിനക്കും സാധിച്ചുവെങ്കിൽ പറുദീസയുടെ സ്വരം കേൾക്കാൻ പറ്റും. നീ എന്നോടുകൂടി പറുദീസയാണെന്ന്. അവിടെ ശുദ്ധീകരണ സ്ഥലമില്ല, ഒരു തരം അസ്വസ്ഥതയുമില്ല. കർത്താവിനോട് കൂടിയായിരിക്കുന്നൊരു തനിമ. ഈ അനുഭവത്തിൻ്റെ മധുരം ഞാനും നീയും സർവ്വ മനുഷ്യരും ലോകത്തിലുള്ളവർ രുചിച്ചറിയണമെന്ന് ആഗ്രഹിക്കുക. നല്ല കള്ളൻ അവനാണ് കള്ളൻ, സ്വർഗം കെട്ട കള്ളൻ. അവനെപ്പോലും മറ്റൊരു തനിമ ഇന്ന് ലോകത്തിലുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒത്തിരി വലിയ വലിയ ആൾക്കാർ വിശുദ്ധരായിരുന്നവർ പോലും ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ തലക്കൂടെ കാഴ്ചക്കൊണ്ടാണ് കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കയറ്റി ഇറക്കിയെന്ന് പറഞ്ഞ പോലെയാണെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് കാരണവന്മാർ പറഞ്ഞ കേട്ടോ, വേറൊന്നുമല്ല. എന്ന് വെച്ചാൽ പാപത്തിന് അനുഭവം തിക്തതയുണ്ട് എന്ന് പറയുകയാണ്. എങ്കിൽ നല്ല കള്ളൻ അതില്ല. കർത്താവിനോട് കൂടി ആ നിമിഷം ജീവിച്ചിരിക്കുക തന്നെ പറുദീസയിൽ. നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലാണ്. പറുദീസ ഇപ്പോൾ നീ അനുഭവിക്കുന്നില്ല, അല്ല, നിൻ്റെ ആത്മാവ് കാണുന്ന ആ രുചി നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് കർത്താവ് പറയുകയാണ്. ഈ അനുഭവത്തിൻ്റെ മാധുര്യത ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സ്വീകരിച്ച് നന്ദി പറയാനും ജീവിതത്തെ അംഗീകരിക്കാനും തെറ്റുപറ്റി എന്നുള്ളത് അംഗീകരിക്കാനും തിരുത്താനുള്ള വലിയൊരു മനോഭാവം, തിന്മയിലേക്ക് ഇനി ഒരിക്കലും ഇല്ല എന്നുള്ള ഉറപ്പുള്ള നല്ലൊരു മനോഭാവം, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് സ്നേഹത്തിന് നിറവിലായതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു ചൈതന്യമായി രൂപപ്പെടുവാൻ ആവശ്യമുള്ള കൃപ ലഭിക്കാൻ മാതാവേ, നല്ല അമ്മേ, യേശുവിൻ്റെ അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.